അതുകൊണ്ടാണ് ഞങ്ങൾ ലീഗിനെയും വിമർശിച്ചത്, അതിന്റെ പ്രസിഡന്റിനെയും വിമർശിച്ചത്. ഞങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിയെയും ആ പാർട്ടിയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും എല്ലാം ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും. വിമർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേറെ ഒന്നും കാണണ്ട, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ കണ്ടാൽ മതി. പാലക്കാട് അവർ ജയിച്ചത് വലിയ ജയമാണ്, ഒരു ജയമല്ല. ആന്റണി പറഞ്ഞു അത്രേ വലിയ ജയമാണ്. ഇന്നലെ ആ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷമാണ്. ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ വള്ളി. ഏതാ ഭൂരിപക്ഷം? BJP വാങ്ങിയ, ഞാൻ പിടിച്ചാന്ന് ബോധപൂർവ്വം ഉപയോഗിക്കാതെ, വാങ്ങിയ 4500 വോട്ട്, 4500 കൃത്യമായിട്ട്. SDPI ജമാഅത്ത് ഇസ്ലാമി അവർ തന്നെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ 10,000 വോട്ട് നൽകിയിട്ടുണ്ട്. 10,000. ആ 10,000-ഉം 4,500, 16,500. ബാക്കി എത്ര ഭൂരിപക്ഷം? ഈ 14,500 വോട്ട് തീർത്താൽ പിന്നെ ഏതാ ഭൂരിപക്ഷം? അപ്പൊ ആന്റണി പറഞ്ഞ വലിയ ഭൂരിപക്ഷം ഒരു അഹങ്കരിക്കേണ്ട ഒന്നാണെന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിന്റെ ന്യൂനപക്ഷ വർഗീയതയുടെ ഭൂരിപക്ഷ വർഗീയത RSSന്റെ വോട്ട് വാങ്ങി നിങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് കാണണം, സ്വയം വിമർശനം കാണണം. ഇതെല്ലാം ഭാവിയിൽ വരുന്ന UDFന്റെ ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയമായിരിക്കും. ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, ഭൂരിപക്ഷ വർഗീയതയിൽ നിന്നും വാങ്ങുക. ഈ ഒരു പരിപാടി ഒരു പാർലമെന്റ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം, പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതല്ലോ. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം എന്തായി? നിങ്ങൾ വർഗീയതയ്ക്കെതിരായിട്ട് പോരാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ന്യൂനപക്ഷ വർഗീയതയോടൊപ്പമല്ലേ നിങ്ങളുള്ളത്? ജമാഅത്ത് ഇസ്ലാമിനെയും അതുപോലെ തന്നെ ഈ SDPയെയും തള്ളി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ലീഗല്ലേ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ലീഗിനെയും വിമർശിച്ചത്, അതിന്റെ പ്രസിഡന്റിനെയും വിമർശിച്ചത്. ഞങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിയെയും ആ പാർട്ടിയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും എല്ലാം ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും. വിമർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേറെ ഒന്നും കാണണ്ട, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ കണ്ടാൽ മതി. ഇപ്പൊ ഞാനതിന്റെ മറ്റ് വിശദീകരണത്തിലേക്കല്ല. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം. ഈ കേരളത്തിൽ UDFകാർ ഇപ്പോഴും സതീശനും സുധാകരനും, നിങ്ങളിപ്പോൾ കേരളത്തിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിരുന്നു. ആരധികാരത്തിൽ വരുന്ന പറയാ 6 ആളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. 1ഉം 2ഉം അങ്ങ് സഹിക്കാം. ഇത് 6 എണ്ണം ഉണ്ട്. പേര് പറയണോ? 6 ആളെ അടുത്ത മുഖ്യമന്ത്രി ആവേണ്ട മത്സരത്തിലേക്കുള്ള 6 ആള് മത്സരിച്ചാൽ എന്താകാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇങ്ങനെയാണ് സ്ഥിതി എന്ന് നിങ്ങൾ കണ്ടോ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. കേരളത്തിലെ 2ാം ടേം ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് നിങ്ങൾ തുടങ്ങിയതാണ് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ആരോപണം. കാരണം ഇതേപോലെ പോയാൽ, വികസന പ്രവർത്തനത്തെ ഇതേപോലെ നയിച്ചാൽ വരാൻ പോകുന്ന അപകടം എന്താണ് എന്നവർ സ്വയം തിരിച്ചറിഞ്ഞിട്ട് അവർ അന്ന് മുതലേ ഒരു പ്രതിപക്ഷം എന്ന രീതിയിലുള്ള നിലപാടല്ല സ്വീകരിച്ചത്. ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങളവിടെ അനുവദിക്കില്ല എന്ന നിലപാടാണ്. ലോകത്തൊരു പ്രതിപക്ഷം ഇങ്ങനെയില്ല, ഒരു പ്രതിപക്ഷവും ഇല്ല. എല്ലാവരും തന്നെ ക്രിയാത്മക പ്രതിപക്ഷം എന്ന രീതിയിലാണ് പറയുക. അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുക, തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക. ഇത് ഇവിടെ ഒന്നും അംഗീകരിക്കൂല എന്നാണ്.